എവരിവൺ. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ബൈ ക്ലോസും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷനായ റോളപ്പ് ക്ലോസും അതുപോലെ തന്നെ ഹാവിംഗ് ക്ലോസുമാണ്. ഗ്രൂപ്പ് ബൈ അഗ്രിഗേറ്റ് ഓൾ റോസ് ബൈ എ സ്പെസിഫിക് കോർ. പലപ്പോഴും അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആയ സം, മാക്സ്, മിൻ, അവറേജ്, കൗണ്ട് ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യാറ്. ഇവിടെ ഞാനൊരു ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സെയിൽസ് എന്ന ടേബിൾ. അതിൽ ട്രാൻസാക്ഷൻ ഐ ഡി, എമൗണ്ട്, കസ്റ്റമർ ഐ ഡി, ഓർഡർ ഡേറ്റ് 4 കോളം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ടേബിളിൽ ഓർഡർ ഡേറ്റിൽ നമുക്ക് കാണാം സെയിം ഡേറ്റ് കാണാം. ഈ സെയിം ഡേറ്റിൽ നടന്ന സെയിൽസ് എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെയിം ഡേറ്റ് എല്ലാം മെർജ് ചെയ്ത് ഒരു റോ ആക്കുക. അതുപോലെ തന്നെ ആ ഡേറ്റുകളിലെല്ലാം നടന്ന എമൗണ്ട് എല്ലാം സമ്മ് ചെയ്ത് ആ റോയിൻ്റെ എമൗണ്ടിന് നേരെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് ചെയ്ത് കാണാം. ആദ്യം നിങ്ങൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സെലക്ട്. നമ്മളിവിടെ എമൗണ്ട് എന്ന കോളമാണ് സം ചെയ്യുന്നത്. സോ സം പാരന്റസിസിനകത്ത് എമൗണ്ട്. ഓക്കെ, കോമ. നമ്മുടെ ഇതിനൊപ്പം നമ്മൾ കൊടുക്കുന്നത് ഓർഡർ ഡേറ്റ് എന്ന കോളമാണ്. ഓർഡർ ഡേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഫ്രം നമ്മുടെ ടേബിൾ നെയിം സെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് ബൈ. നമ്മൾ ഓർഡർ ഡേറ്റ് എന്ന കോളത്തെ ബേസ് ചെയ്താണ് ഗ്രൂപ്പ് ബൈ കൊടുക്കുന്നത്. സോ ഓർഡർ ഡേറ്റ്. ഓക്കെ, സെമിക്കോളൻ. ഇത് നമ്മൾ എക്സിക്യൂട്ട് കൊടുക്കാൻ പോവുകയാണ്. എക്സിക്യൂട്ട് ചെയ്താൽ ഈ സെയിം ഡേറ്റ് എല്ലാം മെർജ് ചെയ്ത് അതിൻ്റെ എമൗണ്ട് എല്ലാം സമ്മ് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. എക്സിക്യൂട്ട്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് ബൈ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ സമ്മിന് പകരം നമുക്ക് വേണമെങ്കിൽ മിൻ കൊടുക്കാം. മിനിമം. എക്സിക്യൂട്ട്. ഇപ്പോൾ മിനിമം ഓരോ ഡേറ്റിൽ നടന്ന മിനിമം എമൗണ്ട് കിട്ടും. ഇതുപോലെ തന്നെ മാക്സിമം എമൗണ്ട് കിട്ടുവാൻ എക്സിക്യൂട്ട്. ഇതാണ് മാക്സിമം എമൗണ്ട്. അതുപോലെ തന്നെ AVG, അവറേജ്. എക്സിക്യൂട്ട്. ഇനി കൗണ്ട്. എക്സിക്യൂട്ട്. ഓക്കെ, നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ കൂടെയാണ് ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ. നമ്മളൊരു കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് വേർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ബൈ ഓർഡർ ഡേറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ വേർ കൗണ്ട് എമൗണ്ട് ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ ആയതാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താലും നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. അതായത് ഗ്രൂപ്പ് ബൈന്റെ കൂടെ നമുക്ക് വേർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ കൂടെ ഒന്നും നമുക്ക് വേർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ഹാവിംഗ് ആണ് യൂസ് ചെയ്യുക. എക്സിക്യൂട്ട്. ഓക്കെ, നമുക്ക് അഗ്രിഗേറ്റ് ഫങ്ഷൻസിന്റെ കൂടെ വേർ യൂസ് ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് ഹാവിംഗ് ക്ലോസ് SQLൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ബൈ ക്ലോസും അതുപോലെ തന്നെ ഹാവിംഗ് ക്ലോസും നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ റോളപ്പ് ക്ലോസ്. ഗ്രൂപ്പ് ബൈ ക്ലോസിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് റോളപ്പ് ക്ലോസ്. റോളപ്പ് produce another row and shows the grand total. റോളപ്പ് നമ്മൾ ഗ്രൂപ്പ് ബൈന്റെ കൂടെ നമ്മൾ റോളപ്പ് കൂടിയും കൊടുത്താൽ നമുക്ക് ഗ്രാൻഡ് ടോട്ടൽ ഒരു പുതിയ റോല് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇവിടെ ഈ ടേബിളിൽ നമുക്ക് അത് ചെയ്യാം. സെലക്ട് സം
audit rate from sales. Okay. ഓക്കെ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ബൈ അപ്ലൈ ചെയ്തതിൽ നമുക്ക് ഇതിന്റെ കൂടെ വിത്ത് റോളപ്പ് എന്ന് കൂടി കൊടുക്കാം. വിത്ത് റോളപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്രാൻഡ് ടോട്ടൽ കിട്ടും. ഓക്കെ, സം എമൗണ്ട്. ഓക്കെ, ഇതാണ് റോളപ്പ്. ഓക്കെ, ഇതാണ് റോളപ്പ് ക്ലോസ്. ഓക്കെ, നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഈ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു. വീഡിയോ ലാഗ് ആക്കിയിട്ടില്ല. സോ മുൻപ് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാൽ അതിന്റെ വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അത് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.